നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയോധികയുടെ മരണത്തിൽ ദുരൂഹതയെന്ന ബന്ധുക്കളുടെ പരാതി. താനാളൂരിൽ വയോധികയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. 6 മാസം മുമ്പ് മരണപ്പെട്ട പുളിക്കത്ത് കുഞ്ഞിപ്പാത്തുമ്മയുടെ മൃതദേഹമാണ് പുറത്തെടുത്തത്. മക്കളില്ലാത്ത കുഞ്ഞിപ്പാത്തുമ്മ താമസിച്ചിരുന്നത് സഹോദരന്റെ മകനൊപ്പമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് താനൂർ ഡിവൈഎസ്പി MY ഷാജി. +2 VHSC പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് മാറ്റമില്ല. പരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം ജൂൺ 22 തന്നെ ആരംഭിക്കും. കോവിഡ് പോസിറ്റീവായവർക്കും നെഗറ്റീവായ ശേഷം പരീക്ഷ നടത്താമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. പരീക്ഷകൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടത് വിദ്യാർത്ഥികൾ. സംസ്ഥാനത്ത് കോവിഡ് കണക്കുകൾ കുറയുന്നു. 13,270 പേർക്ക് രോഗബാധ. 1,12,521 സാമ്പിളുകൾ പരിശോധിച്ചു. DPR 11.79%. ജില്ലയിൽ രോഗികൾ വർദ്ധിക്കുന്നു. 1,350 പേർക്ക് രോഗബാധ. കോവിഡിനെ തോൽപ്പിച്ച് 95കാരി ആശുപത്രി വിട്ടു. തിരൂർ കല്ലിങ്ങൽ സ്വദേശിനി കുഞ്ഞിപ്പാത്തുവാണ് ആരോഗ്യരംഗത്തിന് അത്ഭുതമായത്. താനൂർ നിയോജക മണ്ഡലം സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് നഗരസഭ തടസ്സം നിൽക്കുന്നതായി CPM മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മരണത്തിൽ ദുരൂഹതയെന്ന് 6 മാസം മുമ്പ് മരണപ്പെട്ട വയോധികയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. താനാളൂർ പുളിക്കിയത്ത് കുഞ്ഞിപ്പാത്തുമ്മയുടെ മൃതദേഹമാണ് ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പുറത്തെടുത്തത്. ഭർത്താവ് മരണപ്പെട്ട ശേഷം മക്കളില്ലാത്ത കുഞ്ഞിപ്പാത്തുമ്മ മറ്റൊരു സഹോദരന്റെ മകനൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് താനൂർ DYSP MY ഷാജി അറിയിച്ചു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് 6 മാസം മുമ്പ് മരണപ്പെട്ട വയോധികയുടെ മൃതദേഹം കബറിടം തുറന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. താനാളൂർ ഓക്കേപ്പാറയിലെ പരേതനായ പുളിക്കത്ത് അഹമ്മദ് കുട്ടിയുടെ ഭാര്യ കുഞ്ഞിപ്പാത്തുമ്മയുടെ മൃതദേഹമാണ് ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പുറത്തെടുത്തത്. 2020 ഡിസംബർ 30-നാണ് 55കാരിയായ പുളിക്കത്ത് കുഞ്ഞിപ്പാത്തുമ്മ മരണപ്പെട്ടത്. ഭർത്താവിന്റെ മരണശേഷം മക്കളില്ലാത്ത ഇവർക്കൊപ്പമായിരുന്നു സഹോദരനായ ബീരാൻകുട്ടിയുടെ മൂത്ത മകനും കുടുംബവും കഴിയുന്നത്. കുഞ്ഞിപ്പാത്തുമ്മയുടെ 6 സഹോദരങ്ങളിൽ 5 പേരും മരണപ്പെട്ടു. 2 സഹോദരിമാർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത്. മറ്റൊരു സഹോദരൻ പരേതനായ പുളിക്കത്തിൽ അബ്ദുൽ ഹമീദിന്റെ മകൻ സമീറാണ് മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്ന് കാട്ടി താനൂർ DYSP മുമ്പാകെ പരാതി നൽകിയത്. കുഞ്ഞിപ്പാത്തുമ്മ താമസിച്ചിരുന്ന വീടുൾപ്പെടെയുള്ള 6 സെന്റ് സ്ഥലം നേരത്തെ തന്നെ അബ്ദുൽ ബാരിക്കും കുടുംബത്തിലും നൽകിയിരുന്നു. ബാക്കിയുള്ള സ്വത്തിൽ ഭൂരിഭാഗവും ഇവരുടെ പേരിലേക്ക് മാറ്റി രേഖകൾ തയ്യാറാക്കിയതിലും സംശയമുണ്ടെന്ന് കാണിച്ചാണ് പരാതി നൽകിയത്. ഇതേ തുടർന്നാണ് മറവു ചെയ്ത മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. തിരൂർ RDയുടെ ഉത്തരവിനെ തുടർന്ന് തിരൂർ തഹസിൽദാർ ലാൽ ചന്ദിന്റെ സാന്നിധ്യത്തിൽ മഞ്ചേരി ജില്ലാ ആശുപത്രി ഫോറൻസിക് സർജൻ ഡോക്ടർ ആനന്ദിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. താനൂർ DYSP MY ഷാജിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഷാജു K അബ്രഹാം, താനൂർ CI ജീവൻ ജോർജ്, SI ജിനേഷ്, താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V അബ്ദുറസാഖ്, വാർഡ് മെമ്പർ മജീദ് തുടങ്ങിയവരും സ്ഥലത്തുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ചക്കകം ലഭിക്കുമെന്നും അതിനുശേഷം കേസിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും താനൂർ DYSP MY ഷാജി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇൻക്വസ്റ്റ് കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അവരുടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുമായിട്ട് ആലോചിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഒപ്പീനിയൻ ഫൈൻഡിങ്സ് ആയിട്ട് നമുക്ക് തരും. അത് കിട്ടിയതിന് ശേഷമേ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നീങ്ങേണ്ടത് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിലൊരു തീരുമാനത്തിലെത്തുകയുള്ളൂ. 2 ദിവസത്തിനുള്ളിൽ എത്തിച്ചു തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അത് കിട്ടിയതിന് ശേഷമേ അടുത്തൊരു പ്രൊസീഡിങ്സ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ. ഒരു തീരുമാനത്തിലെത്താൻ കഴിയുള്ളൂ. അത് കിട്ടിയതിന് ശേഷമേ എത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇൻക്വസ്റ്റും അതിൻ്റെ പോസ്റ്റ്മോർട്ടവും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഫലങ്ങൾ അവർ അനലൈസ് ചെയ്തതിന് ശേഷം പറയുള്ളൂ. അതിന് ശേഷമേ നമുക്കൊരു തീരുമാനത്തിലെത്താനും കഴിയുള്ളൂ. DNA പരിശോധനയും ആന്തരികാവയവങ്ങൾക്ക് വല്ല ക്ഷതവും സംഭവിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയാണ് പ്രധാനമായും പരിശോധിക്കുക. ദൈവത്തിലും നിയമത്തിലും വിശ്വാസമുണ്ടെന്നും തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും സ്വത്ത് തർക്കം ഉള്ളതായും കുഞ്ഞിപ്പാത്തുവിനൊപ്പം കഴിഞ്ഞിരുന്ന ബന്ധു പറഞ്ഞു. അപ്പോൾ അവർ നമ്മൾ കൊന്നെന്നുള്ള വാദമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഇപ്പോൾ ഇതന്നെയാണ് നടക്കുന്നത്. ഞങ്ങൾക്ക് പടച്ചവനിലും വിശ്വാസമുണ്ട്, കോടതിയിലും വിശ്വാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെയായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ തെറ്റ് ചെയ്യാതിരിക്കട്ടെ, അത്രേ ഉള്ളൂ. ഞങ്ങൾ വയ്യാതെ കിടക്കുക പറഞ്ഞാൽ സ്റ്റിക്കിൽ നല്ല നടക്കും, കൊലായിലൊക്കെ പോയിരിക്കും, കിച്ചണിൽ പോയി നടക്കുന്ന ചെറുതായിട്ടൊക്കെ നടക്കും. എന്താണെന്ന് വെച്ചാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ബാത്റൂമിൽ പോക്കൊക്കെ പരസഹായമാണോ. എൻ്റെ ഉമ്മയും എൻ്റെ വൈഫും എല്ലാവരും കൂടെ എൻ്റെ സിസ്റ്ററൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. 30-ാം തീയതി എൻ്റെ വൈഫാണ് കുട്ടി നീറ്റ പ്രകാരം, ഞങ്ങൾ മുകളിലെ നിലയിലാണ് കിടക്കുന്നത്. അപ്പോൾ കുട്ടി നീറ്റു ആ ടൈമിൽ. അപ്പോൾ അവൾ എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ വൈഫായാലും എൻ്റെ ഉമ്മ ആയാലും എപ്പോഴും അമ്മായിൻ്റെ അടുത്ത് പോയി വരവും. എന്താണെന്ന് വെച്ചാൽ അമ്മായിക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പോയി വരാറൊക്കെ ഉണ്ട്.
അന്നത്തെ ദിവസം എൻ്റെ കുട്ടി എഴുന്നേറ്റ പ്രകാരമാണ് അവൾ നോക്കിയത്. എന്താ വെച്ചാൽ ഈ ശ്വാസം വലിക്കണ ഇതുണ്ട് അമ്മായിക്ക് രാത്രി കിടന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവൾ അത് കേൾക്കാതായപ്പോൾ താഴോട്ട് ഇറങ്ങി നോക്കിയതാണ്. അവളാണ് ആദ്യം കണ്ടിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ അമ്മായിക്ക് ഒന്നും ഇതാവുന്നില്ല, ശ്വാസമൊന്നും വരുന്നില്ല. അപ്പോഴല്ല എൻ്റെ അനിയൻ്റെ റൂം തൊട്ടടുത്താണ്, മുകളിൽ തന്നെ. അവനെ തട്ടി ഉണർത്തിയാണ്ട് വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞത്. ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമായിരുന്നു കുഞ്ഞിപ്പാത്തുമ്മയെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് പറഞ്ഞു. അംഗനവാടിക്കും പൊതുകിണർ സ്ഥാപിക്കാനും സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് ദുർവിധിയുണ്ടായതിൽ ഖേദമുണ്ടെന്നും റസാഖ് പറഞ്ഞു. കുഞ്ഞിപ്പാത്തുമ്മൻ്റെ കുടുംബത്തെ എത്ര കാലമായിട്ട് അറിയാം? എങ്ങനെയാണ്? കുഞ്ഞിപ്പാത്തുമ്മയുടെ കുടുംബത്തെ ഒരു 25 വർഷത്തിലധികമായിട്ട് അറിയാം. ഞാൻ പഞ്ചായത്ത് മെമ്പറാകുന്നത് 2000-ലാണ്. ആ 2000-തോടനുബന്ധിച്ചാണ് കുടിവെള്ള കിണറിന് ആവശ്യമായിട്ടുള്ള ഭൂമി ഈ ഉമ്മ ഗ്രാമപഞ്ചായത്തിന് വിട്ടു തന്നത്. അതിനു മുമ്പ് തന്നെ അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലവും ഈ ഉമ്മ തന്നതാണ്. സ്വാഭാവികമായും അംഗൻവാടി കെട്ടിടത്തിനും കുടിവെള്ള കിണറിനൊക്കെ ഭൂമി വിട്ടു തരിക എന്നുള്ളത് താനാളുവിനെ സംബന്ധിച്ച് വളരെ നല്ല ജനങ്ങൾ മാത്രം ചെയ്യുന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഈ നാട്ടിലെ പൊതുജനത്തോട് ഏറെ പ്രതിബദ്ധത ഉള്ള ആളായിരുന്നു ഈ ഉമ്മ. കുടുംബത്തോടും അതോടൊപ്പം തന്നെ നാട്ടുകാരോടും, പ്രത്യേകിച്ച് അംഗൻവാടിയിൽ വരുന്ന കുട്ടികളോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഉമ്മയ്ക്ക് വളരെ സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അംഗൻവാടിക്ക് ശേഷം കുടിവെള്ള കിണർ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഭൂമിയും വിട്ടു തന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ എന്തൊരു ദുരൂഹത ഉണ്ടോ? എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു പഞ്ചായത്ത് അംഗം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ദുരൂഹത തോന്നിയിട്ടില്ല. നല്ല കുടുംബങ്ങളാണ്. കുടുംബങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്യൂസുകളായിട്ട് നേരത്തെ ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല. ഇവരുടെ മരണശേഷം ഇവർ തമ്മിൽ ഇങ്ങനെ അപ്പുറം പറയുന്നുണ്ട് എന്നൊഴിച്ചാൽ ഒരു ദുരൂഹത ഉള്ളതായിട്ട് ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല. സ്വത്ത് സംബന്ധമായി തർക്കമുണ്ടായതായും മരണവിവരം അറിയിച്ചതിലും ഭൂമി രജിസ്റ്റർ ചെയ്ത സമയവുമായി ബന്ധപ്പെട്ടുമുണ്ടായ സംശയമാണ് പരാതിക്ക് കാരണമെന്നും ബലമായി സ്വത്ത് കൈവശപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നുമാണ് ബന്ധുവിൻ്റെ ആരോപണം. എൻ്റെ മൂത്തമ്മയാണ് ഇപ്പോൾ ഈ മരണപ്പെട്ടിട്ടുള്ളത്. അവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഈ എൻ്റെ അമ്മാവൻ്റെ ഒരു മകൻ്റെ ഫാമിലിയാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അവരൊരു സമയത്ത് അവർ വീടും കാര്യങ്ങളും ഇല്ലാതായ സമയത്ത് മൂത്തമ്മ അവർക്ക് സംരക്ഷണം കൊടുത്തിട്ടാണ് അവിടേക്ക് കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന് അവരെ നോക്കി, അവർ ചെറിയ കുട്ടികളാകുമ്പോഴാണ് അവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് വേണ്ട ഇനി എൻ്റെ ജീവിതശേഷം അവർക്ക് വീടും സ്വത്തും അവർക്ക് നൽകാം എന്നുള്ള നിലക്ക് 2004 ഒരു വസിയത്ത് ആധാരം അവർക്ക് നൽകിയിട്ടുണ്ട്. അമ്മായിൻ്റെ മരണശേഷം അത് പ്രാബല്യത്തിലാവുന്ന രൂപത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് തവണ ഇവർ ഈ സ്വത്തുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാക്കിയിരുന്നു. അതിലൊക്കെ ഞങ്ങൾ ഇടപെട്ട് സംസാരിച്ചിരുന്നു ഇവരോട് പലതവണ. അങ്ങനെ 5 സെൻറ്റും കൂടി കൂടുതൽ നൽകാം എന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ മരണപ്പെട്ടിട്ടുള്ളത് 30-ാം തീയതി പുലർച്ചെ 3 മണിക്കാണ് ഞങ്ങൾ അറിയിക്കുന്നത്. ഈ പുലർച്ചെ 3 മണിക്ക് ഞങ്ങൾ അറിയിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ ഡിസംബർ ഈ കഴിഞ്ഞ 2020 ഡിസംബർ 30-ന് പുലർച്ചെ 3 മണിക്കാണ് ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത്. 3 മണിക്ക് ഒരാൾ മരണപ്പെട്ടു എന്ന് കൂടെ കിടക്കുന്ന ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിൽ ഒരാൾ മരണപ്പെട്ടാൽ അറിയാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഇവർ മറ്റൊരു റൂമിൽ കിടക്കുന്ന മൂത്തമ്മ, അതും പ്രത്യേകിച്ച് ഒരു അസുഖ കാര്യങ്ങളൊന്നുമില്ല, സോഡിയം കുറേ പൊട്ടാസ്യം കുറേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, മരണസംബന്ധമായ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും നിലവിലുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി മരണപ്പെട്ടു എന്ന് ഞങ്ങളെ വിളിച്ചറിയിച്ചപ്പോൾ അപ്പം തന്നെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിരുന്നു. പക്ഷേ ആ സംശയത്തിൻ്റെ പുറകിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫെബ്രുവരി 14-ാം തീയതിയൊക്കെ ആകുമ്പോഴാണ് ആ വീട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ പുറമേ നാട്ടുകാരോട് മൊത്തം പറഞ്ഞു നടക്കുന്നു, 5-6 മാസം മുമ്പേ മുത്തമ്മയുടെ എല്ലാ സ്വത്തുക്കളും ഞങ്ങളെ പേരിലേക്ക് എഴുതി തന്നു എന്നുള്ളത്. ഞങ്ങളെല്ലാവരും അത്യാവശ്യം സ്വത്തുക്കളും കാര്യങ്ങളുള്ളതാണ്. ഈ മുത്തമ്മയുടെ അനിയത്തിയുടെ മകനാണ് ഞാൻ. ഞങ്ങൾക്കൊക്കെ മുത്തമ്മക്ക് കിട്ടിയ അതേപോലെ തന്നെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾ അത് ഏത് ദിവസമാണ് നടന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കുടിക്കട സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുകയും അതിൽ 29/12/2020 വൈകുന്നേരം 6 മണിക്ക് ശേഷം വീട്ടു രജിസ്റ്ററാണ് നടന്നത് എന്ന് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങളുടെ സംശയം അപ്പോൾ ബലപ്പെടുകയാണ് ചെയ്തത്. കാരണം മരണവും ഈ രജിസ്റ്ററും തമ്മിൽ ആകെ മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. +2 VHSC പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് മാറ്റമില്ല. ജൂൺ 22-ന് തന്നെ പരീക്ഷകൾ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. കോവിഡ് പോസിറ്റീവായ വിദ്യാർത്ഥികൾക്ക് നെഗറ്റീവായ ശേഷം പരീക്ഷ നടത്താമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. +2 പ്രാക്ടിക്കൽ പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് നേരത്തെ വിദ്യാർത്ഥികളിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു.
സംസ്ഥാനത്ത് +2 VHSE പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് മാറ്റമുണ്ടാകില്ല. ജൂൺ 22-ന് തന്നെ പരീക്ഷകൾ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. കോവിഡ് പോസിറ്റീവായ വിദ്യാർത്ഥികൾക്ക് നെഗറ്റീവായ ശേഷം പരീക്ഷ നടത്താമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. +2 പ്രാക്ടിക്കൽ പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് നേരത്തെ വിദ്യാർത്ഥികളിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു. പരീക്ഷയ്ക്കായുള്ള ഒരുക്കങ്ങൾ നടത്താൻ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി. കമ്പ്യൂട്ടർ സയൻസിന് 2 മണിക്കൂറാണ് പരീക്ഷ. അതിൽ 2 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഫിസിക്സിനും 2 മണിക്കൂറിൽ ഒരു പരീക്ഷണം ചെയ്താൽ മതി. കെമിസ്ട്രി 1.5 മണിക്കൂറാണ് അനുവദിക്കുന്നത്. മാത്തമാറ്റിക്സ് 2 പ്രാക്ടിക്കൽ വേണ്ട, ഒറ്റ പ്രാക്ടിക്കൽ മതിയെന്നും നിർദ്ദേശമുണ്ട്. ബോട്ടണി പ്രാക്ടിക്കൽ പരീക്ഷയിൽ മൈക്രോസ്കോപ്പ് ഒഴിവാക്കി സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരം എഴുതാനുള്ള രീതി നടപ്പാക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഒരു ബാച്ചിൽ 15 പേരെന്ന നിലയിൽ 3 ബാച്ചുകളായി പരീക്ഷ നടത്തുക. ജൂൺ 21 വരെ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് പരിശീലനം നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാഹചര്യമനുസരിച്ച് സ്കൂളുകൾക്ക് ക്രമീകരണം ഏർപ്പെടുത്താൻ അനുവാദമുണ്ട്. കോവിഡ് നിരക്ക് കുറഞ്ഞത് കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് മദ്യവിൽപ്പന വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. മദ്യവിൽപ്പനയ്ക്ക് വെബ്ക്യു ആപ്പ് ഒഴിവാക്കി വെബ്ക്യു ഔട്ട്ലെറ്റുകളിൽ നേരിട്ടെത്തി മദ്യം വാങ്ങാം. സാമൂഹ്യ അകലം പാലിച്ചായിരിക്കണം വിൽപ്പനയെന്നും നിർദ്ദേശമുണ്ട്. ഇത് ഉറപ്പാക്കുന്നതിനായി പോലീസ് സാന്നിധ്യം ഉണ്ടാകും. സംസ്ഥാനത്ത് മദ്യവിൽപ്പന നാളെ മുതൽ ആരംഭിക്കും. ബെവ്ക്യു ആപ്പ് ഒഴിവാക്കിയാകും മദ്യവിൽപ്പന നടത്തുക. ബെവ്ക്യു ഔട്ട്ലെറ്റുകളിൽ നേരിട്ടെത്തി മദ്യം വാങ്ങാം. സാമൂഹ്യ അകലം ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം. ഇവ പാലിക്കുന്നതിനായി പോലീസ് സാന്നിധ്യം ഉറപ്പാക്കും. ബാറുകൾ തുറക്കാമെങ്കിലും ഇരുന്ന് കഴിക്കാൻ അനുമതിയില്ല. ബെവ്ക്യു നിരക്കിലായിരിക്കും ബാറുകളിൽ മദ്യം വിൽക്കുക. മദ്യശാലകൾ അണുമുക്തമാക്കാനും ബെവ്ക്യു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിനെ വെട്ടിച്ച് അമിത വേഗതയിലോടിയ മണൽ ലോറി എതിരെ വന്ന ലോറിയിൽ ഇടിച്ച ശേഷം സമീപത്തെ കടയും ഇടിച്ചു തകർത്തു. സമീപത്ത് നിർത്തിയിട്ട ബൈക്കും തകർന്നു. പുലർച്ചെ 1 മണിയോടെ തിരുനാവായിലാണ് അപകടം നടന്നത്. പോലീസ് വാഹനം കണ്ട അമിത വേഗതയിലോടിയ മണൽ ലോറി എതിരെ വന്ന ലോറിയിൽ ഇടിച്ച ശേഷം സമീപത്തെ കടയും ഇടിച്ചു തകർത്തു. കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കും തകർന്നു. തിരുനാവായിൽ ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. കൊളപ്പുറത്ത് പ്ലാസ്റ്റിക് സാധനങ്ങൾ നിറച്ച് ഈറോഡിലേക്ക് പോകുകയായിരുന്ന KL 55R 6819 നമ്പർ ടോറസ് ലോറിയിലാണ് മണൽ ലോറി ആദ്യം ഇടിച്ചത്. പിന്നീട് തിരുനാവായ വെയിറ്റിംഗ് ഷെഡിന് സമീപത്തെ കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അമിത വേഗതയിലാണ് മിനി ലോറി വന്നതെന്ന് ടോറസിലെ ഡ്രൈവർ തിരൂർ സ്വദേശി സൽമാൻ ഫാരിസ് പറഞ്ഞു. ഞാൻ തിരൂരിൽ നിന്നും ലോഡുമായി വന്ന വണ്ടിയായിരുന്നു. വണ്ടി അവിടുന്ന് പുത്തൻതാണിക്ക് നിന്ന് വന്ന ഒരു ടിപ്പറുമായി ഒരു മണൽ വണ്ടിയായിരുന്നു. മണൽ വണ്ടി ഒന്ന് തട്ടിയാണ് എൻ്റെ വണ്ടിക്ക്. നേരെ എനിക്ക് ചില്ലറ കാൽമുറ്റത്ത് പോയിട്ടുണ്ട്. രാത്രി 1 മണിക്ക്. കൈനിക്കരയിലെ കോഴിക്കച്ചവടക്കാരൻ മുളയ്ക്കൽ അലിയുടെ ബൈക്കാണ് പൂർണ്ണമായും തകർന്നത്. തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നു. 13,270 പേർക്കാണ് കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിന്റെ 1,12,521 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 13,270 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം 1,793, തിരുവനന്തപുരം 1,678, മലപ്പുറം 1,350, കൊല്ലം 1,342, പാലക്കാട് 1,255, തൃശൂർ 1,162, കോഴിക്കോട് 1,054, ആലപ്പുഴ 859, കോട്ടയം 704, കണ്ണൂർ 675, പത്തനംതിട്ട 437, കാസർഗോഡ് 430, ഇടുക്കി 303, വയനാട് 228 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,12,521 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.79 കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 147 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 11,655 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 86 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 12,471 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 638 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 75 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 15,689 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,92,340 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 19 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നിലവിലാകെ 908 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ജില്ലയിൽ വീണ്ടും രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. 1,350 പേർക്കാണ് രോഗബാധയുണ്ടായത്. സമ്പർക്കത്തിലൂടെ 1,309 പേർ രോഗികളായി. DPR 13.5% ഉയർന്നു. മലപ്പുറം ജില്ലയിൽ ബുധനാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.5% രേഖപ്പെടുത്തിയത്.
1350 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 1997 പേർ രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,04,406 ആയി. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 1309 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധിതരായത്. 17 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 6 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 18 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 37,090 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 11,189 പേരാണ് ചികിത്സയിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 1038 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. തിരൂരിൽ കോവിഡ് രോഗിയായ യുവാവ് ആത്മഹത്യ ചെയ്തു. കൈമലശ്ശേരി സ്വദേശി അയ്യൂബാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. കോവിഡ് ബാധിതനായതിനെ തുടർന്നുണ്ടായ വിഷാദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. തിരൂർ കൈമലശ്ശേരി പൂവങ്കുളം സ്വദേശി താലപ്പിൽ പള്ളത്ത അയ്യൂബാണ് മരിച്ചത്. 4 ദിവസം മുൻപ് കോവിഡ് രോഗിയായ അയ്യൂബ് വീടിനുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. കോവിഡ് പോസിറ്റീവായി വീട്ടിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു അയ്യൂബ്. ഇതിനിടയിൽ വീട്ടിൽ മുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഈ മാസം 12-നാണ് അയ്യൂബ് കോവിഡ് പോസിറ്റീവ് ആവുന്നത്. രോഗിയാകുന്നതിന് മുൻപ് വരെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളിയായിരുന്നു അയ്യൂബ്. സമീപത്തെ ഡൊമിസിലറി കെയർ സെന്ററിൽ സഹായിയായും അയ്യൂബ് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിൽ താൻ തന്നെ രോഗിയായത് അയ്യൂബിനെ ഏറെ മാനസികമായി തളർത്തിയെന്നാണ് കരുതുന്നത്. ഈ വിഷാദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. 95-ാം വയസ്സിൽ കോവിഡിനെ തോൽപ്പിച്ചു തിരൂർ സ്വദേശിനി. തിരൂർ ഇമ്പിച്ചി ബാവ സഹകരണ ആശുപത്രിയിൽ നിന്നാണ് തിരൂർ കല്ലിങ്ങൽ സ്വദേശിനി കുഞ്ഞിപ്പാത്തു കോവിഡ് മുക്തി നേടിയത്. ശ്വാസതടസ്സവും ന്യൂമോണിയ അടക്കം സകല രോഗങ്ങളെയും തോൽപ്പിച്ചാണ് കുഞ്ഞിപ്പാത്തുവിന്റെ മടക്കം. ഇക്കഴിഞ്ഞ മെയ് 28-നാണ് തിരൂർ കല്ലിങ്ങൽ സ്വദേശിനി കുഞ്ഞിപ്പാത്തു എന്ന 95-കാരിയെ കോവിഡ് ബാധിതയായി തിരൂർ ഇമ്പിച്ചി ബാവ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ കോവിഡിന്റെ ചികിത്സയിലായിരുന്ന കുഞ്ഞിപ്പാത്തുവിനെ അസുഖം ഭേദമാകാതിരുന്നതിനെ തുടർന്ന് ഇമ്പിച്ചി ബാവ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കടുത്ത ശ്വാസതടസ്സം, സോഡിയം കുറവ്, ന്യൂമോണിയ തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടിയിരുന്നു. എന്നാൽ ജൂൺ 14-ന് പൂർണ്ണ ആരോഗ്യവതിയായാണ് കുഞ്ഞിപ്പാത്തു മടങ്ങിയതെന്ന് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ നിഷാദ് പറയുന്നു. ഇവിടെ എത്തുമ്പോൾ രോഗിയുടെ അവസ്ഥ കുറച്ച് മോശമായിരുന്നു. കാരണം കോവിഡ് പ്രത്യേകിച്ച് പ്രായ കൂടുതലും ഒത്തിരി അസുഖങ്ങളുള്ളവർക്കും കോവിഡ് അസുഖം വരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എത്തുമ്പോൾ തന്നെ ഓക്സിജൻ്റെ ലെവല് 88 ആ ലെവലിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഓക്സിജൻ വെച്ച് കൊടുത്താൽ മാത്രം ഒരു 94-96 ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രോഗിയായിരുന്നു. അപ്പോൾ വരുമ്പോൾ തന്നെ തൊലിപ്പുറത്തൊക്കെ കുറച്ച് ദിവസം കിടന്നു പോയി കഴിഞ്ഞാൽ തന്നെ പുറത്ത് തൊലി പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളും, അങ്ങനെ മൊത്തത്തിലൊരു മോശാവസ്ഥയിലായിരുന്നു രോഗി. പക്ഷേ നമ്മൾ ഒരു ഇത്രയും രോഗികളെ ട്രീറ്റ് ചെയ്തൊരു കോൺഫിഡൻസിൽ നമ്മൾ കുഴപ്പമില്ല, നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഫുൾ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ രോഗിയുടെ ഒരു ആയുസിൻ്റെ ബലവും പിന്നെ നമ്മളൊരു കോൺഫിഡൻസും എല്ലാം കൂടെ കൊണ്ട് ക്രമേണ ആ ഓക്സിജൻ ലെവൽ സപ്പോർട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുകയും പിന്നെ ബാക്കിയുള്ള യൂറിനറി ഇൻഫെക്ഷനും സോഡിയവും എല്ലാം അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുകയും രോഗം നമുക്ക് ഒരു അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് രോഗി ഇവിടുന്ന് പോയതും. 6 മാസത്തോളമായി ഇമ്പിച്ചി ബാവ ആശുപത്രിയിൽ കോവിഡ് രോഗ ചികിത്സ ആരംഭിച്ചിട്ട് അന്നു തൊട്ട് ഇന്നോളം ചികിത്സ തേടിയ 500ഓളം രോഗികളിൽ ഭൂരിഭാഗവും പൂർണ്ണ ആരോഗ്യത്തോടെ മടങ്ങിയിട്ടുമുണ്ട്. അതിൽ കടുത്ത കോവിഡ് ലക്ഷണങ്ങളുമായി എത്തിയ രോഗികൾ പോലുമുണ്ടെന്ന് ആശുപത്രിയിൽ കോവിഡ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ജംഷീന പറഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ ഏകദേശം 500ഓളം രോഗികളെ നമ്മൾ ചികിത്സിച്ചു. കുറേ മിക്ക പേഷ്യൻസും അസുഖം പൂർണ്ണമായി മാറി കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷമാണ് വീട്ടിലേക്ക് പോയിട്ടുള്ളത് തന്നെ. ഒത്തിരി പ്രായം അധികമുള്ള കുറേ പേഷ്യൻസ് അവർ കുറേ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നുപോയി. അതിനുശേഷം അസുഖം ഭേദമായി. അങ്ങനെയുള്ള ഒത്തിരി പേഷ്യൻസ് നമുക്ക് ഒ പിയിൽ ഇപ്പോൾ റിവ്യൂവിനും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഗവൺമെന്റ് റഫറൽ സംവിധാനത്തിലൂടെ നിരവധി പേർക്ക് ഇമ്പിച്ചി ബാവ ആശുപത്രിയിൽ സൗജന്യ കോവിഡ് ചികിത്സ നൽകിയിട്ടുമുണ്ട്. നിലവിൽ 5 വെന്റിലേറ്ററുകളും 9 ICU ബെഡുകളും 20 ജനറൽ വാർഡ് ബെഡുകളും 20 HDU ബെഡുകളും കോവിഡാനന്തര ന്യൂമോണിയ ക്ലിനിക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇമ്പിച്ചി ബാവ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. താനൂർ നിയോജക മണ്ഡലം സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് നഗരസഭ തടസ്സം നിൽക്കുന്നതായി CPM ആരോപണം. CPM മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 10-ന് നഗരസഭയിലെ 44 കേന്ദ്രങ്ങളിലാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രതിഷേധ സമരം നടന്നത്. നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധം
CPM മുനിസിപ്പൽ സെക്രട്ടറി എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതികളിൽ ഒന്നാണ് 300 കോടി രൂപ ചെലവിൽ തയ്യാറാവുന്നത്. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി താനൂർ നഗരസഭയിൽ കുടിവെള്ള വിതരണത്തിന് ടാങ്ക് നിർമ്മിക്കുന്നതിനായി സ്ഥലം ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിക്കാൻ നഗരസഭയ്ക്കായിട്ടില്ല. പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPMന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. താനൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ശ്രമഫലമായാണ് 300 കോടി രൂപ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി ആദ്യഘട്ടം പൂർത്തീകരിച്ചു. താനൂർ നഗരസഭാ പരിധിയിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാതെ തുരങ്കം വെക്കുകയായിരുന്നു മുൻ ഭരണസമിതിയും ലീഗ് നേതൃത്വമെന്നും 14,000-ഓളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിക്ക് താനൂർ കുന്നുംപുറത്ത് സ്ഥലം കണ്ടെത്തിയെങ്കിലും നഗരസഭാ അധികൃതർ കാര്യമായി ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും സമരക്കാർ ആരോപിച്ചു. ഈ നാടിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നം 10-60 വർഷക്കാലമായി താനൂരിനെ പ്രതിദാനം ചെയ്ത താനൂരിലെ MLAയും മന്ത്രിയും കേന്ദ്രമന്ത്രിമാരും എല്ലാം ആളുകൾ താനൂരിന്റെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമെല്ലാം അടക്കി ഭരിച്ചിട്ടുള്ളവർ കഴിഞ്ഞ 60 വർഷക്കാലം താനൂരിൽ നിർവഹിക്കാൻ കഴിയാത്ത ആ ബൃഹത്തായിട്ടുള്ള പദ്ധതി താനൂരിൽ ചരിത്ര നേട്ടമായി കൊണ്ടുവന്നത് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ജയിച്ച MLA ആയിട്ടുള്ള വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് 300 കോടി രൂപയുടെ പദ്ധതി നരിയറക്കുന്നിൽ ചെറിയ മുണ്ടത്ത് യാഥാർത്ഥ്യമാക്കിയത്. ആ ചെറിയ മുണ്ടത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് തിരുനാവാഴപ്പുഴയിൽ നിന്നാണ്. തിരുനാവാഴപ്പുഴയിൽ നിന്ന് വെള്ളം എത്തിച്ച് നരിയറക്കുന്നിൽ സ്റ്റോക്ക് ചെയ്യുന്ന ആ സംവിധാനത്തിൽ നിന്നും കുടിവെള്ളം എത്തിക്കാൻ അതാത് പഞ്ചായത്തുകളും നഗരസഭകളും തയ്യാറാവണം. അങ്ങനെ മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറായപ്പോൾ എന്തുകൊണ്ടാണ് താനൂർ നഗരസഭ ഇതിനു വേണ്ടി നടപടി സ്വീകരിക്കാത്തത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ വേണ്ടി തയ്യാറാവണം. താനൂർ നഗരസഭയിലെ 44 കേന്ദ്രങ്ങളിലാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രതിഷേധ സമരം നടന്നത്. നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധം CPM മുനിസിപ്പൽ സെക്രട്ടറി എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എല്ലാ വർഷവും ഇവിടെ വാഹനത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയാണ് നിങ്ങൾ ആ ഇനത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പറയുന്നത് ഭൂമി ഏറ്റെടുക്കാൻ 16 ലക്ഷം രൂപയുടെ കുറവുണ്ട് എന്നാണ്. ആ 16 ലക്ഷം രൂപ സർക്കാർ വാല്യുവേഷൻ കാണിച്ചപ്പോൾ ഭൂമിയുടെ തുക കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ ഈ പദ്ധതിയെ പുറകോട്ടടിപ്പിച്ചത്. അതിൽ രാഷ്ട്രീയ വിരോധം മാത്രമാണ്. എന്താ കാരണം? വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ഒരു കുടിവെള്ള പദ്ധതി താനൂരിൽ വന്നാൽ 60 വർഷക്കാലം ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ ആ കള്ളത്തരം, നിങ്ങൾ പ്രചരിപ്പിച്ച കള്ളത്തരം ഈ നാട്ടിൽ പൊളിഞ്ഞു വീഴുമെന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ആ പദ്ധതിയെ പുറകോട്ട് കൊണ്ടുപോയി. ലോക്കൽ സെക്രട്ടറി CP അശോകൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ ഇ കുമാരി, സുചിത്ര സന്തോഷ്, രുക്മിണി സുന്ദരൻ, റോബി ഫൗസി, ആരിഫ സലീം, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ P ബഷീർ, P സുന്ദരൻ, നൌഷാദ് താനൂർ, മുൻ കൗൺസിലർ ലാമിഹ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. PT അക്ബർ സ്വാഗതം പറഞ്ഞു. ഭൂവുടമയിൽ നിന്ന് 26 സെന്റ് ഭൂമി വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചെങ്കിലും സർക്കാർ നിശ്ചയിച്ച വില കുറഞ്ഞുപോയി എന്ന കാരണം പറഞ്ഞ് നഗരസഭ രാഷ്ട്രീയം കളിക്കുകയാണെന്നും CPM മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു. മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റി ആചരിക്കുന്ന സമരമാസത്തിന്റെ ഭാഗമായി താനൂർ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ല വിഭജിച്ച തിരൂർ ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റി ആചരിക്കുന്ന സമരമാസത്തിന്റെ ഭാഗമായി താനൂർ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. 11 വർഷം മുമ്പ് ജില്ലാ പിറവി ദിനത്തിൽ പാർട്ടി തുടക്കം കുറിച്ച പ്രക്ഷോഭം പുതിയ ജില്ല യാഥാർത്ഥ്യമാകുന്നതുവരെ വർദ്ധിത വീര്യത്തോടെ തുടരുമെന്ന് സമരക്കാർ പറഞ്ഞു. ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലയുടെ 52ാം വാർഷിക ദിനമാണ്. 1959 ജൂൺ 16-നാണ് മലപ്പുറം ജില്ല രൂപീകൃതമായത്. ആ മലപ്പുറം ജില്ല രൂപീകരിച്ചതിന് ശേഷം 52 വർഷം പിന്നിട്ടും ഈ മലപ്പുറം ജില്ല വികസനത്തിൽ 14ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ജൂൺ 16 മുതൽ ജൂലൈ 16 വരെയാണ് പാർട്ടി സമരമാസമായി ആചരിക്കുന്നത്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിലും താനൂർ നഗരസഭ, ഒഴൂർ പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലുമാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് സദക്കത്തുള്ള, മുനിസിപ്പൽ പ്രസിഡന്റ് EP അബ്ദുൽ സലാം, NP അഷ്റഫ്, M മൊയ്തീൻകുട്ടി, കുഞ്ഞുട്ടി കാരാട, KP കുഞ്ഞുമോൻ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ നവാസ് ഒഴൂർ, ഹബീബ് ഒഴൂർ, K കുഞ്ഞു മുഹമ്മദ്, ഷാജി വിശാരത്ത് എന്നിവർ നേതൃത്വം നൽകി. ജില്ല വിഭജിക്കുക എന്നാവശ്യപ്പെട്ട SDPI തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി റഹീസ് പുറത്തൂർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ല വിഭജിക്കുക എന്നാവശ്യപ്പെട്ടാണ് SDPI തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി റഹീസ് പുറത്തൂർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലയിലും മലപ്പുറം ജില്ല കടുത്ത വിവേചനവും അവഗണനയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
നമുക്കറിയാം, കോവിഡ് മഹാമാരി സർവ്വവിധം നാശം വിതച്ചു കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ പോലും മലപ്പുറം ജില്ലയോട് ആരോഗ്യരംഗത്ത് കടുത്ത അനീതിയും വിവേചനവുമാണ് അധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ, ആരോഗ്യ, പൊതുഭരണ സംവിധാനങ്ങളിലൂടെ ലഭിക്കേണ്ട സൗകര്യങ്ങളും വിഭവങ്ങളും ജില്ലയ്ക്ക് ജനസംഖ്യാനുപാതികമായി ലഭിക്കാതെ നിഷേധിക്കപ്പെട്ടു പോവുകയാണ്. ഇത് തീർത്തും നീതി നിഷേധവും അരികുവൽക്കരണവുമാണെന്നും റയീസ് കൂട്ടായി പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം അഷ്റഫ് പുത്രത്താണി, മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് ഹംസ നാര, സെക്രട്ടറി നജീബ് തിരൂർ എന്നിവർ പ്രസംഗിച്ചു. റസാഖ് അലൻ, അൻവർ പൊക്ലാത്ത്, ഇബ്രാഹിം തിരൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മംഗലം പഞ്ചായത്തിലെ കൂട്ടായി വാടിക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരം വാർഡ് മെമ്പർ MP നഫീസ മോളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവൃത്തി നടന്നത്. കാലവർഷം ശക്തമായതിനെ തുടർന്ന് ആശുപത്രി പരിസരത്തെ കാടുപിടിച്ച പുല്ലുകളും മറ്റുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ തന്നെ ഡിവൈഎഫ്ഐ കൂട്ടായി മേഖലാ കമ്മിറ്റി കീഴിലുള്ള യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. വാർഡ് മെമ്പർ MP നഫീസ മോൾ, യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരായ VK തുഫൈൽ, KP ഫഹദ്, PP ഇസ്മായിൽ, AV ആബിദ്, TP ഷഫീഖ്, ഷിബിൽ, അൽതാഫ്, ബിലാൽ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൂട്ടായി വാടിക്കൽ സ്ഥിതി ചെയ്യുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ശുചിത്വമില്ലാതെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ടെന്നും ഹോസ്പിറ്റൽ കോമ്പൗണ്ട് പരിസരത്ത് പുല്ലുകളും മറ്റും പടർന്നു പിടിക്കുന്ന ഒരു സ്ഥിതിയുണ്ടെന്നും പ്രദേശത്തെ വാർഡ് മെമ്പർ MP നഫീസ മോൾ DYFI കൂട്ടായി മേഖലാ കമ്മിറ്റി ഭാരവാഹികളെ അറിയിക്കുകയും തുടർച്ചയായി യൂത്ത് ബ്രിഗേഡ് ആ പ്രവർത്തനത്തെ ഏറ്റെടുക്കുകയും പള്ളികൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരൂർ നജാത്ത് ഫൗണ്ടേഷനും മാവുംകുന്ന് സെബീലുൽ നജാത്ത് ദർസ് വിദ്യാർത്ഥികളും മാവുംകുന്ന് മസ്ജിദിനു മുമ്പിൽ പ്രതിഷേധ സംഗമം നടത്തി. തിരൂർ നജാത്ത് ഫൗണ്ടേഷനും മാവുംകുന്ന് സെബീലുൽ നജാത്ത് ദർസ് വിദ്യാർത്ഥികളും ചേർന്നാണ് മാവുംകുന്ന് മസ്ജിദിനു മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. പള്ളികൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. അംഗശുദ്ധി വരുത്തി അകലം പാലിച്ച് പള്ളികളിൽ വിശ്വാസികൾ വന്ന് നമസ്കരിക്കുന്നതിന് മാത്രം വിലക്കേർപ്പെടുത്തി കള്ളുചാപ്പുകളും ബീവറേജുകളും ഒരു വൃത്തിയും വെടുപ്പുമില്ലാതെ എവിടെയും നടക്കുന്നവർക്ക് തുറന്നു കൊടുക്കുവാനും യഥേഷ്ടം അത് വാങ്ങുവാനും കുടിക്കുവാനും കച്ചവട സ്ഥാപനങ്ങളും പൊതുഗതാഗതവും സൗകര്യം കോവിഡിൻ്റെ ഇളവിൽ ഉൾപ്പെടുത്തിയപ്പോൾ പരിശുദ്ധമായ പരിഭാവനമായി 5 നേരം അംഗശുദ്ധി വരുത്തി പള്ളിയിൽ വന്ന് 10-15 മിനിറ്റ് മാത്രം വിശ്വാസികൾക്ക് എന്തുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ സർക്കാർ അനുമതി നൽകുന്നില്ല? സംഗമം ചെയർമാൻ അബിസിനാൻ ഫൈസി എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ദർസ് യൂണിയൻ നേതാക്കളായ സിദ്ദിഖ് അലിങ്ങൽ, ബാസിദ് TP മതിലിങ്ങൽ, റൌഫ് AK, മുനീഷ് മാവുകുന്ന, ബാസിദ് KP, ബാസിദ് കരിങ്കപ്പാറ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. 1000 കോടിയുടെ മരം കള്ളക്കടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്ന ആവശ്യം ഉന്നയിച്ച് BJP പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പ്രതിഷേധം നടന്നത്. 1000 കോടിയുടെ മരം കള്ളക്കടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് BJP പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. താനാളൂരിൽ BJP പ്രവർത്തകർ നടത്തിയ സമരം BJP സംസ്ഥാന സമിതി അംഗം ഗീതാമാധവൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷാജിമോൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം T ഹരിദാസൻ, മണ്ഡലം ട്രഷറർ പുരുഷോത്തമൻ, മുരളി, ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, പാറ പൊട്ടിക്കാൻ അനുവാദം കൊടുക്കും, നദികളിൽ നിന്ന് മണ്ണ് കോരാൻ അനുവാദം കൊടുക്കും. ആ രീതിയിൽ നാട്ടിലെ മരങ്ങളും പുഴയിലെ മണ്ണും പാറക്കെട്ടുകളും വിറ്റ് കാശി വാങ്ങി ഈ നാടിനെ മുച്ചൂടം പിടിക്കുവാൻ വേണ്ടി ആണ് പിണറായി സർക്കാർ ഇന്ന് ഒരുമിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് 2020 ഒക്ടോബർ 24-ാം തീയതി റവന്യൂവിന്റെ ചീഫ് സെക്രട്ടറി ഒരു നിർദ്ദേശം വയ്ക്കുന്ന മരമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ചീഫ് സെക്രട്ടറിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് മാറാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം BJP സംസ്ഥാന സമിതി അംഗം K നാരായണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നേതൃത്വത്തിലുള്ള ഈ അന്വേഷണം അവസാനിപ്പിക്കണമെന്നും ഇതിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കും കൂടി കണ്ടെത്താൻ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് TK സുബ്രഹ്മണ്യൻ, VP ഗംഗാധരൻ, PP ചന്ദ്രൻ, T ഗിരീഷ് കുമാർ, K ഹരിദാസ്, K സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. താനൂർ മുക്കോല ജംഗ്ഷനിലും സ്കൂൾ പടിയിലും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മുക്കോല ജംഗ്ഷനിൽ 2ാം വാർഡ് കൗൺസിലർ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
43-ാം വാർഡ് കൗൺസിലർ ഷീന പള്ളത്ത് അധ്യക്ഷയായിരുന്നു. 8-9 ബൂത്ത് പ്രസിഡന്റുമാരായ ഷൈജു ടി വി, ബിനുലാൽ കെ, ജനറൽ സെക്രട്ടറി ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ബി.ജെ.പി. തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തിരൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ജില്ലാ സെക്രട്ടറി മനോജ് പാറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോടികളുടെ വനം കൊള്ളയ്ക്കെതിരെ ബി.ജെ.പി. തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തിരൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ജില്ലാ സെക്രട്ടറി മനോജ് പാറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും വലിയ വനം കൊള്ളയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വ്യാപകമായി 15,000-ഓളം കേന്ദ്രങ്ങളിൽ ഇന്ന് പ്രതിഷേധം. മണ്ഡലം പ്രസിഡന്റ് ശശി പരിയാരമ്പത്ത് അധ്യക്ഷനായിരുന്നു. ശശി കരകയിൽ, സുനിൽ പരിയാപുരം, രതീഷ്, ടി.വി. മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ തിരുനാവായിലാണ് നടന്നത്. ബി.ജെ.പി. തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ പരിപാടി മണ്ഡലം സെക്രട്ടറി രഘുപാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എസ്.സി. മോർച്ച അംഗം എം.പി. ചന്ദ്രൻ, മണ്ഡലം സമിതി അംഗം സി. രാജൻ, പി.പി. കൃഷ്ണൻ, സുനീഷ് പല്ലാർ തുടങ്ങിയവർ സംബന്ധിച്ചു. തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ ബി.ജെ.പി. മണ്ഡലം വൈസ് പ്രസിഡന്റ് പി.ടി. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കരകൽ ശശി, മനോജ് പാറശ്ശേരി, കറുത്താട്ട് സുരേഷ്, കെ.പി. മണികണ്ഠൻ, കെ.പി. ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം സുനിൽ പരിയാപുരം ഉദ്ഘാടനം ചെയ്തു. അശോകൻ പരിയാപുരം അധ്യക്ഷനായിരുന്നു. പൊന്നശ്ശേരി സുരേഷ്, ധനൂപ് ഒടലങ്ങത്ത്, വിനോദ് ഇല്ലത്തപ്പടി, ഉദയൻ ഇല്ലത്തപ്പടി, ജിംനേഷ് വേവണ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ കെ.പി. മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. എം. വസന്തൻ അധ്യക്ഷനായിരുന്നു. ടി.വി. രജീഷ്, വി. അജയൻ, എം.പി. ദേവദാസ്, സി. സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൽപ്പകഞ്ചേരിയിൽ ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് കള്ളിയത്ത് സത്താറാജ് ഉദ്ഘാടനം ചെയ്തു. കെ. മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജഗദീഷ്, നാരായണദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വളനൂർ പഞ്ചായത്തിൽ അനീഷ് കുറ്റിയിൽ ഉദ്ഘാടനം ചെയ്തു. ടി. മോഹനൻ അധ്യക്ഷത വഹിച്ചു. എ. വി. ശശി, കളരിക്കൽ സുരേന്ദ്രൻ, ടി. ജനാർദ്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരു മുനിസിപ്പൽ പരിധിയിൽ മണ്ഡലം ട്രഷറർ സി. ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. കെ. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സി. വി. നരേന്ദ്രൻ, ഷൈജു ഏഴൂർ, അനിൽദാസ് തൃക്കണ്ടിയൂർ, ഹരി തിരൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാവായ കടവിൽ നിന്നും അനധികൃത മണൽ ശേഖരം പിടിച്ചെടുത്തു. തിരൂർ CITP ഫർഷാദിന്റെ നേതൃത്വത്തിലാണ് ചാക്കുകൾ ശേഖരിച്ച അനധികൃത മണൽ ശേഖരം പിടിച്ചെടുത്തത്. തിരുനാവായ കടവിൽ നിന്നും അനധികൃത മണൽ ശേഖരം CITP ഫർഷാദിന്റെ നേതൃത്വത്തിൽ പിടികൂടി. ചാക്കുകൾ ശേഖരിച്ച അനധികൃത മണൽ ശേഖരമാണ് പിടിച്ചെടുത്തത്. അഞ്ഞൂറോളം ചാക്കുകളായാണ് മണൽ ശേഖരിച്ചു വെച്ചിരുന്നത്. പിടിച്ചെടുത്ത മണൽ ശേഖരം JCB ഉപയോഗിച്ച് പുഴയിലേക്ക് തന്നെ നീക്കി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സംഭവം. രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസിന്റെ പരിശോധന. ചൊവ്വാഴ്ച രാത്രി 1 മണിയോടെ അമിത വേഗതയിലെത്തിയ മണൽ ലോറി ടോറസ് ലോറിയുമായി ഇടിച്ച് സമീപത്തെ കട ഇടിച്ചു തകർത്തിരുന്നു. തിരുനാവായിൽ മാത്രം നിരവധി മണൽക്കടത്ത് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. തിങ്കളാഴ്ച വൈകിട്ടോടെ പടിഞ്ഞാറക്കര കടവിൽ നിന്നും അനധികൃതമായി മണൽ നിറച്ച 5 തോണികൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചിരുന്നു. ദുരിത മേഖലയിൽ സാന്ത്വനവുമായി കുറ്റൂർ അബ്ദുറഹ്മാൻ ആജി. തീരദേശ മേഖലയിൽ കടൽക്ഷോഭം മൂലം ദുരിതത്തിലായ 2500 കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. കോവിഡ് പശ്ചാത്തലത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കും വെള്ളിയങ്കോട്, പാലപ്പെട്ടി, പുതുപൊന്നാനി, പൊന്നാനി, ഉണ്ണിയാൽ, താന്നൂർ, പരപ്പനങ്ങാടി തീരമേഖലയിൽ കടൽക്ഷോഭം മൂലം ദുരിതത്തിലായ 2500 കുടുംബങ്ങൾക്കാണ് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തത്. ബനിയാസ് സ്പൈക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആൻഡ് പുത്തനത്താണി CPA കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസ് ചെയർമാനുമായ കുറ്റൂർ അബ്ദുറഹ്മാൻ ആജിയാണ് ദുരിതകാലത്ത് കൈത്താങ്ങായത്. ഭക്ഷണ കിറ്റുകളുടെ വിതരണോദ്ഘാടനം തിരൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ബനിയാസ് സ്പൈക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കുറ്റൂർ അബ്ദുറഹ്മാൻ ആജി നിർവഹിച്ചു. നിത്യോപയോഗ സാധനങ്ങളായ 16 ഇനങ്ങൾ ഉൾപ്പെടുത്തിയ ഭക്ഷണ കിറ്റാണ് വിതരണം ചെയ്യുന്നത്. കോവിഡ് മഹാമാരി കാലത്ത് ഭക്ഷണ കിറ്റ് നൽകിയും വീടും സ്ഥലവുമില്ലാത്ത 18ഓളം കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ ആവശ്യമായ ഭൂമി നൽകിയും കോവിഡ് കാരണമായി ജോലിയില്ലാതായ മദ്രസാധ്യാപകരിൽ 18ഓളം റേഞ്ചുകളിലെ 750ഓളം അധ്യാപകർക്ക് 2 തവണയായി ധനസഹായവും നൽകിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മേഖലകളിലും നമ്മൾ അതത് ആവശ്യം അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആവശ്യക്കാരന് ആവശ്യമുള്ളത് കൊടുക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി, ആ ഒരു തൃപ്തി മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സ്, അതൊന്ന് തന്നെയാണ് നമ്മുടെ ഈ കമ്പനിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെയും വിജയത്തിന് കാരണമായിട്ടുള്ളത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് റജി നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MP റാഫി, ബനിയാസ് സ്പൈക്ക് CEO ഷാക്കിർ P അലിയാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഷിദ് അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. CP മുസ്തഫ കുറ്റൂർ, കുഞ്ഞിപ്പത്തങ്ങൾ കുറ്റൂർ, CP ആഷിഫ് കുറ്റൂർ എന്നിവർ സംബന്ധിച്ചു. ബനിയാസ് സ്പൈക്ക് ഗ്രൂപ്പ് മാനേജർ മുഹമ്മദ് വളാഞ്ചേരിയിൽ നിന്നും മുതിർന്ന മാധ്യമപ്രവർത്തകൻ സുബൈർ കലൻ ഭക്ഷ്യക്കിറ്റുകൾ ഏറ്റുവാങ്ങി. കാരുണ്യസ്പർശം വാട്സാപ്പ് കൂട്ടായ്മ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. കിറ്റ് വിതരണം പുളിക്കൽ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. കൊറോണയും ലോക്ക്ഡൌണും കാരണം ദുരിതമനുഭവിക്കുന്ന 6ാം വാർഡ് നിവാസികൾക്ക് കൈത്താങ്ങായി കാരുണ്യസ്പർശം വാട്സാപ്പ് കൂട്ടായ്മ പെരുവഴിയമ്പലം.
കാരുണ്യസ്പർശത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. പുളിക്കൽ മുഹമ്മദ് കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. എ ദേവദാസ് ബാബു, തുമ്പിൽ ഹുസൈൻ, വി പി ഹംസ, ടി അബ്ദുറഹ്മാൻ, എൻ ഷാജി, വി പി ബാബു, കെ കെ നിസാർ, കെ കെ മുസ്തഫ, സലാം, ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരൂർ മുനിസിപ്പൽ BMS ഓട്ടോ തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. BMS തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയാണ് ഓട്ടോ തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ജില്ലാ ട്രഷറർ ദിനേശ് കുറുപ്പത്ത് ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ശിവദാസൻ അധ്യക്ഷനായിരുന്നു. ഉണ്ണി ചെറുമടത്തിൽ, രാജേഷ് ചേന്നര, ശശി വളവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെയെങ്കിലും തൊഴിലാളികളുടെ ഒരു നേരത്തെ വിശപ്പിന് കൊടുക്കാൻ കഴിയുന്നത് വളരെ സന്തോഷമുണ്ട്. അക്കാര്യത്തിൽ ഇനിയും കുറേ ആളുകൾക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. എങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്നത്ര ആളുകൾക്ക് കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയോധികയുടെ മരണത്തിൽ ദുരൂഹതയെന്ന ബന്ധുക്കളുടെ പരാതി. താനാളൂരിൽ വയോധികയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. 6 മാസം മുമ്പ് മരണപ്പെട്ട പുളിക്കത്ത് കുഞ്ഞിപ്പാത്തുമ്മയുടെ മൃതദേഹമാണ് പുറത്തെടുത്തത്. മക്കളില്ലാത്ത കുഞ്ഞിപ്പാത്തുമ്മ താമസിച്ചിരുന്നത് സഹോദരന്റെ മകനൊപ്പമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് താനൂർ DYSP MY ഷാജി. +2 VHSC പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് മാറ്റമില്ല. പരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം ജൂൺ 22 തന്നെ ആരംഭിക്കും. കോവിഡ് പോസിറ്റീവായവർക്കും നെഗറ്റീവായ ശേഷം പരീക്ഷ നടത്താമെന്നും വിദ്യാഭ്യാസ വകുപ്പ്. പരീക്ഷകൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടത് വിദ്യാർത്ഥികൾ. സംസ്ഥാനത്ത് കോവിഡ് കണക്കുകൾ കുറയുന്നു. 13,270 പേർക്ക് രോഗബാധ. 1,12,521 സാമ്പിളുകൾ പരിശോധിച്ചു. DPR 11.79%. ജില്ലയിൽ രോഗികൾ വർദ്ധിക്കുന്നു. 1,350 പേർക്ക് രോഗബാധ. കോവിഡിനെ തോൽപ്പിച്ച് 95കാരി ആശുപത്രി വിട്ടു. തിരൂർ കല്ലിങ്ങൽ സ്വദേശിനി കുഞ്ഞിപ്പാത്തുവാണ് ആരോഗ്യരംഗത്തിന് അത്ഭുതമായത്. താനൂർ നിയോജക മണ്ഡലം സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് നഗരസഭ തടസ്സം നിൽക്കുന്നതായി CPM മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.